നമസ്കാരം. UNAയുടെ സമരപോരാട്ടത്തിന് മുന്നിൽ മുട്ടുമടക്കി മാനേജ്മെന്റ്. അമല ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ പോരാട്ടത്തിന് ഉജ്ജ്വല വിജയം. ശമ്പളത്തിൽ മുൻകാല പ്രാബല്യത്തോടെ 4000 മുതൽ 6000 രൂപ വരെ വർധനവ്. സമരം ചെയ്തവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും ഉറപ്പ്. കടുംപിടുത്തം തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചുടൻ. തൃശൂർ അമല ആശുപത്രിയിലെ നഴ്സുമാർക്ക് ശമ്പള വർധനവ് മാനേജ്മെന്റ് അംഗീകരിച്ചതോടെ നഴ്സുമാർ നടത്തിവന്ന സമരം ഒടുവിൽ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. നഴ്സുമാരുടെ ശമ്പള വർധനവ് സംബന്ധിച്ച് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച തീരുമാനം യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ അംഗീകരിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. അമലയിലെയും ജൂബിലിയിലെയും നഴ്സസ് സമരത്തെ കുറിച്ച് തന്നെയാണ്. ഈ സമരം ഈ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് വഴി തെറ്റുന്നുണ്ടോ എന്നൊരു സംശയം. ഇല്ലാത്ത കരാറിൻ്റെ പുറത്ത് പടക്കം പൊട്ടിക്കുകയും നഴ്സുമാരെ ഒരു ഘട്ടത്തിൽ ആഹ്ലാദത്തിലേക്ക് വിടുകയും പിന്നെ അവരെ നിരാശരാക്കുകയും ചെയ്ത് ഈ പന്ത് തട്ടുന്ന പോലെ യൂണിയൻ ഈ നഴ്സുമാരെ തട്ടിക്കളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമായി. അമലയിൽ സമരം തീർന്നു, ജൂബിലിയിൽ മാത്രമേ ഇനി സമരമുള്ളൂ, ആൻഡ്രൂസ് താഴത്തിന് പിടിച്ചാൽ അത് തീർക്കാം എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചാരണങ്ങൾക്ക് ഒരു 12-13 മണിക്കൂർ നേരത്തെ ആയുസേ ഉണ്ടായുള്ളൂ. അമലയും ജൂബിലി സംയുക്തമായിട്ട് അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു വക ഒത്തുതീർപ്പ് ചർച്ചയും നടന്നിട്ടില്ല. സർക്കാർ തലത്തിൽ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന ഈ ചർച്ച ഒഴിച്ച് മറ്റൊരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ യൂണിയൻ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്രചരണം നടത്തിയത്? ഇത് ആരെയാണ് വഞ്ചിച്ചത്? അതോ ഒരു ചതിപ്രയോഗത്തിലൂടെ ഈ സമരം തീർക്കാം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കാം എന്നവർ ധരിക്കുകയാണോ? വാസ്തവത്തിൽ അവർ ഈ ഒരുപാട് എല്ലാ ആശുപത്രികളിലും സമരം നയിച്ചു, അവിടേക്ക് വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ സമരം പൊളിഞ്ഞാലും വിട്ടില്ല, ആൻഡ്രൂസ് താഴത്തിന് 4 തെറി പറയണം, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ, സീറോ മലബാർ സഭയെ താറടിച്ച് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇതിൻ്റെ പുറത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഈ അടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് മാത്രമല്ല, സാധാരണ വിശ്വാസികൾ തുടക്കത്തിൽ ഒരു നിസ്സംഗതയാണ് ഈ കാര്യത്തിൽ പുലർത്തിയത്. കാരണം ഇത് ഇപ്പോൾ സഭാവിശ്വാസികളായിട്ടുള്ള ധാരാളം നഴ്സുമാരുണ്ട്, അവരുടെ ഭാവിയെയും ബാധിക്കുന്ന കാര്യമാണല്ലോ എന്നൊക്കെയാണ്. പക്ഷേ ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ഇത് ഈ യൂണിയൻ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിനപ്പുറത്ത് ചില വിഷയങ്ങളുണ്ട് എന്നുള്ള തോന്നൽ സാധാരണ ആളുകളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം ഈ 100 ദിവസമായിട്ട് ഇത്ര വലിയ സമരങ്ങളൊക്കെ നടന്നിട്ട് ഇതുവരെ ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് കേരളത്തിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉന്നതിയിൽ നിൽക്കുന്ന 2-3 തൊഴിലാളി സംഘടനകളുണ്ട്. CITU, INTU, CBMS. അവർ ഇതുവരെ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയോ നഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയോ ചെയ്തിട്ടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPM അല്ലെങ്കിൽ അത് അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ, അതുപോലെ BJP, ഈ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് നഴ്സസ് സമരത്തെ അനുകൂലിച്ചില്ല എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇത് ഈ നഴ്സുമാരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തരം ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം സഭയ്ക്കെതിരെ, അതിൻ്റെ തലവനായിട്ടുള്ള ആൻഡ്രൂസ് താഴത്തിനെതിരെ നടത്തുന്നുണ്ടെങ്കിൽ ആ ഹീനമായ സമരമാർഗത്തെ തീർച്ചയായിട്ടും അപലപിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഈ ആശുപത്രിക്കാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് എന്തായാലും നമ്മൾ പരിഗണിച്ചേ പറ്റുള്ളൂ. 2018 അന്നത്തെ സർക്കാർ ഏകപക്ഷീയമായിട്ട് കിടക്കുകളുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികളെ തരംതിരിച്ചു. കൂടുതൽ ആശുപത്രികൾ 500 കിടക്കുകളിലേക്ക് മുകളിലുള്ളവരെ ഗ്രേഡ് 1, പിന്നെ അതിൻ്റെ താഴെ അതനുസരിച്ചാണ് നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കേണ്ടതെന്നൊക്കെ. അത് തന്നെ ഒരു അശാസ്ത്രീയമാണെന്നുള്ളൊരു വാദം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ, താഴെയുള്ള ഒരു സർക്കാർ ആശുപത്രിയിലായാലും മെഡിക്കൽ കോളേജിൽ നഴ്സായാലും ഒരേ സർവീസിന് ഒരേ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലെ നഴ്സിന് കൂടുതൽ ശമ്പളം കൊടുക്കുന്നില്ല? അവിടെ കൂടുതൽ ബെഡ് ഉള്ളതല്ലേ. അപ്പോൾ അത് സർക്കാരിൻ്റെ കാര്യത്തിൽ ഒന്ന്, പ്രൈവറ്റുകാരുടെ കാര്യത്തിൽ ഒന്ന് എന്നുള്ള നിലയിലാണ്. പക്ഷേ അത് എന്തായാലും ജൂബിലിയും അതുപോലെ അമലയും അന്ന് 2018 മുതൽ സർക്കാരിൻ്റെ ഈ നിർദ്ദേശം അംഗീകരിച്ച് കൂടുതൽ ശമ്പളം കൊടുത്തു വരികയാണ്. 2023 ശമ്പളം പരിഷ്കരിച്ചു. ആ ശമ്പളം പരിഷ്കരിച്ചിട്ട് ഈ അമലയും ജൂബിലിയും മാത്രമാണ് കൃത്യമായിട്ട് അത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇപ്പോൾ ഇവർ ഒരുപാട് ആശുപത്രികളിലെ ശമ്പളം പരിഷ്കരിച്ചു, സമരത്ത് തീർപ്പായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും ഈ അമലയും ജൂബിലിയും പറയുന്ന കാര്യം, ഞങ്ങൾ കൊടുക്കുന്ന അത്ര ശമ്പളം ഇപ്പോഴും ആയിട്ടില്ല. അവിടെ ഒരേ തൊഴിലാണ്, ഒരേപോലത്തെ തൊഴിലാണ്, ഒരേ സമയമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂർ തന്നെ ദയ, അശ്വിനി, വെസ്റ്റ് ഫോർട്ട്, എലൈറ്റ്, സൺ ആശുപത്രികളിലെ ശമ്പളമൊന്നും ഇപ്പോഴും ഈ ജൂബിലിയിലെയോ അമലയിലോ ശമ്പളത്തിനൊപ്പം എത്തിയിട്ടില്ല. ഇപ്പോൾ പരിഷ്കരിച്ചിട്ട് പോലും എത്തിയിട്ടില്ല. മാത്രമല്ല അമലയിൽ ഈ എല്ലാ വർഷവും
അവരെ ഈ ഇൻക്രിമെൻ്റ് വർദ്ധിപ്പിക്കാറുണ്ട് ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ പുതിയ വർഷത്തിൽ. ഈ തവണ അത് കൊടുത്തിട്ടുണ്ട്, 4000 രൂപ മിനിമം വർധനവ് വരുത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ച് സമരത്തിൽ നിന്ന് ഒഴിവായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു പ്രചരണമൊക്കെ വന്നത്. അതിൻ്റെ വിശദീകരണം അവർ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ കൊല്ലം പൈസ കൂട്ടാറുണ്ട്, ഈ തവണയും കൂട്ടിയിട്ട്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ആശുപത്രികൾ രണ്ടും അടച്ചിട്ടൊന്നുമല്ല. ധാരാളം പേര് നഴ്സുമാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പിന്നെ അത്യാഹിത വാർഡുകളുണ്ട്, കീമോതെറാപ്പി, അതുപോലെ ഡയാലിസിസ്, അങ്ങനെ ICUകളൊക്കെ പ്രവർത്തിക്കുന്ന ആശുപത്രികളാണ്, മെഡിക്കൽ കോളേജുകളാണ്. ധാരാളം വിദ്യാർത്ഥികൾ ഡോക്ടർമാരാവാനും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ പേരെ പുതിയതായിട്ട് ജോലിക്ക് എടുത്തിട്ടുണ്ട്, താൽക്കാലികമായിട്ട് എടുത്തിട്ടുണ്ട്. സമരം തീരുകയാണെങ്കിൽ അവർ പിരിച്ചുവിടാമെന്ന് കരുതിയിട്ട്. ഇപ്പോൾ അവർ 100-120 ദിവസം 3-4 മാസമായതുകൊണ്ട് അവരെ പലരെയും അത്ര പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അവരൊക്കെ നഴ്സിൻ്റെ ഇത് പഠിച്ച് പാസ്സായിട്ടാണ്. കാരണം അതല്ലാണ്ടെങ്കിൽ മെഡിക്കൽ അതിൻ്റെ ലീഗലായിട്ടൊക്കെ പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വാസ്തവത്തിൽ നിങ്ങൾ ഈ സഭയ്ക്കെതിരെയും ആൻഡ്രൂസ് താഴത്തിനെതിരെയൊക്കെ വലിയ പ്രചരണം അടച്ചുവിട്ടാൽ, അസഭ്യവർഷം നടത്തിയാൽ, ഇതിനൊക്കെ പരിഹാരമാകുന്ന ഏതെങ്കിലും യൂണിയൻകാരോ അല്ലെങ്കിൽ ഈ സഭാവിരോധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ വിഡ്ഢികളോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പണിയൊക്കെ നിങ്ങൾ നിർത്തുക നല്ലത്. നിങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ നഴ്സുമാരുടെ ഈ സമരം തീർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ ഈ ശ്രമം നടത്തുകയാണെങ്കിൽ ഈ സമരം തീരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നഴ്സുമാരെ രക്ഷിക്കുന്നതിന് പകരം അവരെ കൂടുതൽ കുഴിയിലേക്ക് ചാടിക്കരുത്. അതാണ് പറയാനുള്ളത്.